നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രംപള്ളി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കിടിലൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു കിടിലൻ ഒരു 5 ഏക്കർ പ്ലോട്ടാണ്. അപ്പോൾ അതിനകത്ത് ആദായത്തിനായിട്ട് റബ്ബറുണ്ട്, കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, പിന്നെ ഒരു 3 അടി മുതൽ 4 അടി വരെ വണ്ണുള്ള നല്ല കിടിലൻ കിടിലൻ തേക്ക് മരങ്ങളുള്ള ഒരു 220ഓളം തേക്കുകൾ കേട്ടോ. പിന്നെ ഇതാണ് ഒരു സാധാരണ ഒരു ഓടിട്ടൊരു വീടും നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. 3 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീടും. അപ്പോൾ ഏത് വാഹനം വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു 5 ഏക്കർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാ, പ്ലോട്ടിലോട്ട് വരുമ്പോൾ കണ്ടില്ല നിങ്ങൾ ടാറിങ് റോഡാണ്. ഏത് വാഹനങ്ങൾ വേണമെങ്കിലും വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റുപാടും കണ്ടില്ല നിങ്ങൾ ഇഷ്ടം പോലെ വീടുകളുണ്ട്. നമ്മളപ്പോൾ പ്ലോട്ടിൻ്റെ അതിരിതാണ് ആ ഒരു മതിൽ കണ്ടില്ലെങ്കിൽ ആ ഒരു മതിലിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. വാഹനങ്ങൾ ഏത് വണ്ടി വേണമെങ്കിലും കാറോ ജീപ്പോ ബൈക്കോ ലോറോ ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന പ്ലോട്ട് ഉണ്ടല്ലോ നിങ്ങൾ മൊത്തം 5 ഏക്കറാണ് നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത്. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമ്മളെ പ്ലോട്ടിൻ്റെ 2 സൈഡിലായിട്ടുണ്ട്. ഈ ഒരു സൈഡിലോട്ടാണ് കൂടുതൽ ഉള്ളത്, റോഡിന് മുകളിലോട്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം നമ്മളെ റോഡിന് താഴോട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ അതിര് എന്ന് പറഞ്ഞാൽ അതിര് വഴി ഇതാണ് തോടാണ് ഒഴുകുന്നത് കേട്ടോ. അതിന് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമുക്ക് 2 സോഴ്സാണുള്ളത്. 2 കുളമുണ്ട്. ഈ കാണുന്ന കുളം കണ്ടല്ലോ ഞങ്ങൾ കരിങ്കല്ലൊക്കെ കെട്ടി നല്ല എന്താ പറയുക വൃത്തിയാക്കിയിട്ടേക്കുന്ന നല്ല അടിപൊളി ഒരു കുളം നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. പിന്നെ നമുക്ക് മേലെയും ഒരു കുളം ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ ഓരോന്നായിട്ട് കാണാം. ഈ ഒരു സ്ഥലത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതേമാതിരി തേക്ക് മരങ്ങൾ കണ്ടില്ല നിങ്ങൾ. അത്യാവശ്യം നല്ല കിടിലൻ തേക്ക് മരങ്ങൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. ഏകദേശം ഒരു 220ഓളം തേക്ക് മരങ്ങൾ നമുക്ക് ഒരു 3 അടി ടു 4 അടി വരെയുള്ള കിടിലൻ തേക്കുകളുണ്ട്. ഇനി നമുക്ക് പ്ലോട്ടിൽ പോയിട്ട് സ്ഥലത്ത് പോയിട്ട് ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് കാണിച്ചു തരാം. ബാ, ഇനി ഇങ്ങോട്ട് വരും. നമ്മളെ പ്ലോട്ടിനകത്തുള്ള റബ്ബർ മരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റബ്ബർ മരങ്ങൾ ഓരോന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരും നിങ്ങൾ. ഇത് കണ്ടില്ല നിങ്ങൾ കിടിലൻ റബ്ബർ മരങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് കേട്ടോ. അത് കണ്ടില്ല നിങ്ങൾ 105 430 ഇനത്തിൽപ്പെട്ടതാണ് ഇതേപോലത്തെ റബ്ബർ മരങ്ങൾ. കത്തി വെച്ച് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് ഇത്ര മാത്രമേ ടാപ്പിംഗ് ആക്കിയുള്ളൂ. നല്ല കിടിലൻ കിടുക്കാച്ചി റബ്ബർ മരങ്ങൾ. ഈ ഒരു പ്ലോട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ ഇതിൻ്റെ ഈ ആദായം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഈ ഒരു മരങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ വണ്ണുള്ള മരങ്ങൾ. ഇതേപോലത്തെ 700ഓളം റബ്ബർ മരങ്ങളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. കണ്ടില്ല നിങ്ങൾ തേങ്ങ കണ്ടില്ല നിങ്ങൾ ഏകദേശം ഒരു 10-30ഓളം തെങ്ങുണ്ട് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ ഓരോന്നായിട്ട് കാണിച്ചു തരാം. പ്ലാറ്റോറൊക്കെ കണ്ടില്ലെങ്കിൽ ഫുള്ള് ലെവലായിട്ട് ക്ലിയർ ആയിട്ട് വെട്ടി എന്താ പറയുക ലെവലായിട്ട് കിടക്കുന്ന നല്ല കിടുക്കാച്ചി പ്ലോട്ടാണ്. അപ്പോൾ അതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ മേലെ ഭാഗത്തുള്ള എൻഡിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് മേലേക്കുള്ള ഒരു വ്യൂ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു കിടിലൻ തോട്ടം തന്നെയാണ്. പിന്നെ നമുക്ക് എൻഡിൽ ഇതാണ് ഇതേപോലെ ഒരു തോട് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ താഴെ നമ്മൾ കാണിച്ചു തന്നില്ല, ആ തോട് ഇതാണ് മേലെ നിന്ന് വരുന്ന തോടാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് പിന്നെ നമ്മൾ താഴെ ഒരു കുളം കാണിച്ചു തന്നായിരുന്നു. ഇതാണ് മേൽഭാഗത്തും ഇതാണ് ഇതേപോലത്തെ കുളം ഉണ്ട് കേട്ടോ. ഈ ഒരു കുളത്തിൽ നിന്ന് ഒരു ഓസ് ഇട്ടിട്ടാണ് നമ്മളെ വീട്ടിലോട്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് വെള്ളമൊക്കെ എടുക്കുന്നത്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഇല്ല. ഓസ് നമുക്ക് വേറെ എക്സ്ട്രാ മോട്ടറോ കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്ന് ഓസ് ഇട്ടിട്ടാണ് നമുക്ക് വീട്ടിലോട്ട് വെള്ളത്തിൻ്റെ എന്ത് ആവശ്യത്തിനായിട്ട് വെള്ളത്തിൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പറമ്പിൻ്റെ നമ്മളെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതാണ് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. വണ്ടികളൊക്കെ ഏത് വാഹനം വേണമെങ്കിലും വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞില്ല. ഇതാണ് നമ്മൾ വീട്ടിലോട്ട് പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഏത് വാഹനം വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മേലോട്ടുള്ള വ്യൂ ഉണ്ടല്ലോ നിങ്ങൾ ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം ഇവിടെ നിന്നൊക്കെ ഫുള്ള് നോക്കുമ്പം റബ്ബറും തേക്കും ഒക്കെയാണ് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശം കൂടിയാണ്. ഇതാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള വീട് എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു 3 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു സാധാരണ ഒരു ഓടിട്ടൊരു വീടാണ്. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്ന ഈസ്റ്റ് എളേരി പഞ്ചായത്തിലും അതുപോലെ തന്നെ വില്ലേജ് വരുന്ന പാലാവയൽ വില്ലേജിലും പെട്ട സ്ഥലമാണ് കേട്ടോ. ഇങ്ങോട്ട് വാ, ബാക്കി വീട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ വീടിൻ്റെ മുറ്റത്ത് വരെ വരും കേട്ടോ. ടൗണിൽ നിന്നൊക്കെ ഓട്ടോയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കൊണ്ടിറക്കുകയും ചെയ്യും. ടാറിങ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ വീടാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 3 ബെഡ്റൂമുള്ള ഒരു സാധാരണ ഒരു ഷീറ്റിട്ടൊരു ഓടും ഷീറ്റും ഒക്കെ ഉള്ളൊരു വീടാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീടാണ്. അതല്ലെങ്കിൽ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുപോയി നിർത്താനും അതിനൊക്കെ പറ്റിയ നല്ലൊരു വീടും തന്നെയാണ്. പിന്നെ നമ്മളെ പ്ലോട്ടിൽ അതാണ് ഇതേപോലത്തെ ഒരു 10-70ഓളം കവുങ്ങുകളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല ആദായം കാര്യങ്ങളൊക്കെ കിട്ടുന്ന കവുങ്ങുകളാണ്. പിന്നെ തെങ്ങായിട്ട് ഏകദേശം ഒരു 10-30ഓളം തെങ്ങുകൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള നല്ലൊരു കിടിലൻ സ്ഥലം തന്നെയാണ്. പിന്നെ നമുക്ക് എന്താണ് ഇവിടെ ഇങ്ങോട്ട് വരുമ്പം ചെറിയൊരു മെഷീൻ പെരയും ചെറിയൊരു പുകപ്പെരയും സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്.
പിന്നെ അത്യാവശ്യം പ്ലാവ് അങ്ങനെയുള്ള കുറേ മരങ്ങളും നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇനി മേളിൽ പോയിട്ട് മെയിനായിട്ട് കാണാനുള്ളത് തേക്കാണ്. അപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ കുറച്ച് മേലെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ തേക്കുണ്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടല്ല ഞങ്ങൾ ഇതേമാതിരിക്കുള്ള തേക്കുകളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് കേട്ടോ. അത്യാവശ്യം 4 അടി വരെയുള്ള തേക്കുകളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. കണ്ടില്ല നിങ്ങൾ ഈ ഒരു തേക്ക് കണ്ടില്ല നിങ്ങൾ മൊത്തം നിലമ്പൂർ തേക്കാണ് കേട്ടോ. ഒരു കമ്പോ ചില്ലോ ഒരു സംഭവങ്ങളൊന്നുമില്ല. ഇനി അളന്ന് കാണിച്ചു തരാം കേട്ടോ ഓരോ തേക്കും എത്ര വണ്ണം ഉണ്ട് എന്നുള്ളത്. അളന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാലും ബോധ്യപ്പെടുമല്ലോ. നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ഇത്ര വണ്ണം ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര എന്താ പറയുക ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല. അത് കണ്ടില്ലെങ്കിൽ 51-52 ഇഞ്ച് വണ്ണുള്ള തേക്കാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇതേ വണ്ണുള്ള തേക്കുകളാണ്. ഇനി ഓരോന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു തേക്കൊക്കെ ആണെങ്കിൽ കണ്ടില്ല ഒറ്റൊന്നിനും മേലെ എന്താ പറയുക വളവോ തിരിവോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഫുള്ള് ലെവലായിട്ട് പോകുന്നതാണ് കേട്ടോ. ഈ ഒരു തേക്കിൻ്റെ വണ്ണം കണ്ടില്ല നിങ്ങൾ ഒരു 34.5 ഇഞ്ച് 34.5 ഇഞ്ച് ഏകദേശം ഒരു 3 അടി 4 അടിക്ക് ഉള്ളിലുള്ള തേക്കുകളാണ് എല്ലാം ഉള്ളത്. മരങ്ങൾ ഒരു 10 കൊല്ലം കൂടി കഴിയുമ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല എന്താ പറയുക വരുമാനമായിട്ട് മാറുന്നത് കണ്ടില്ല. 43 ഇഞ്ച് വണ്ണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. നല്ലൊരു കിഡിലൻ പ്ലോട്ട് തന്നെ. അത് കണ്ടില്ല നിങ്ങൾ റബ്ബർ 105-430 ഇനത്തിൽപ്പെട്ട റബ്ബറുകളാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ തയ്യേനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 1/2 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇനി എൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും 26 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട. ഈ ഒരു ഏരിയയിൽ നിങ്ങളെ അറിവിൽ ആരെങ്കിലും കാസർഗോഡ് ഏരിയയിലോ കണ്ണൂർ ഏരിയയിലോ സ്ഥലങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെ നിങ്ങൾ ഈ പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.